Hi students, welcome to Commerce Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഡക്ട്സ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടായ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്ട്സ് ഓർ ഗുഡ്സ് എന്ന ടോപ്പിക്കാണ്. ഗുഡ്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഇവയെ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഓൺ ദി ബേസിസ് ഓഫ് ഡ്യൂറബിലിറ്റി ഓർ ടാഞ്ചിബിലിറ്റി, രണ്ട് ഓൺ ദി ബേസ് ഓഫ് കൺസംഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ ദി ബേസ് ഓഫ് ഡ്യൂറബിലിറ്റി. ഡ്യൂറബിലിറ്റീൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഗുഡ്സുകളെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്, രണ്ട് ഡ്യൂറബിൾ ഗുഡ്സ്, മൂന്ന് സർവീസസ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്? ദീസ് ഗുഡ്സ് ആർ കൺസ്യൂമഡ് ഫാസ്റ്റ് ആൻഡ് പർച്ചേസ്ഡ് frequently. In other words, they cannot be used for long. Example includes soap, salt, etc. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സുകളെയാണ് നമ്മൾ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇത്തരം ഗുഡ്സുകൾക്ക് ലോങ് ടേം എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കില്ല, അഥവാ ദീർഘകാലം നിലനിൽക്കാൻ സാധിക്കില്ല എന്നർത്ഥം. ദെൻ നോൺ ഡ്യൂറബിൾ ഗുഡ്സുകളുടെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സോപ്പ്, സാൾട്ട്, ടൂത്ത് പേസ്റ്റ് അഥവാ നമ്മൾ ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സുകൾ. ദെൻ നെക്സ്റ്റ് ഡ്യൂറബിൾ ഗുഡ്സ്. ദീസ് ഗുഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ലോങ് ടൈം. ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് ലോങ് ടേം പർപ്പസിന് യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അഥവാ വളരെയധികം കാലം യൂസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രോഡക്ട്സുകൾ, അതിനെയാണ് നമ്മൾ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദേ ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, ഹെൻസ് ദേ ആർ നോട്ട് പർച്ചേസ്ഡ് ഫ്രീക്വൻ്റ്ലി. ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത്തരം പ്രോഡക്ട്സുകൾ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഡേ ടു ഡേ ആയിട്ട് ആ സെയിം പ്രോഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഈ ഡ്യൂറബിൾ ഗുഡ്സുകൾ നമുക്ക് ഒരിക്കലും ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സുകൾ അനുസരിച്ചേക്കാളും ഡ്യൂറബിൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫർണിച്ചർ, അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ, മെഷീൻ ടൂൾസ്, ക്ലോത്ത്, ഇതൊക്കെ എന്താണ് ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് സർവീസസ്. ദീസ് ആർ ആക്ടിവിറ്റീസ്, ബെനഫിറ്റ്സ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഓഫേർഡ് ഫോർ സെയിൽസ്. ഫോർ എക്സാമ്പിൾ ഇൻക്ലൂഡ്സ് ഹയർ കട്ട്, അതുപോലെ തന്നെ റിപ്പയേഴ്സ്, ട്രെയിൻ ജേർണീസ് എക്സെട്ര. സർവീസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഡക്ട്സുകൾ അഥവാ ഗുഡ്സുകൾ സെയിൽസിനായിട്ട് ഓഫർ ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ, ബെനഫിറ്റ്സുകൾ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻസ് എന്നിവയെയാണ് നമ്മൾ സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഓൺ ദി ബേസിസ് ഓഫ് കൺസംഷൻ. കൺസംഷൻ്റെ കേസിൽ പ്രോഡക്റ്റിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് കൺസ്യൂമർ ഗുഡ്സും രണ്ട് ഇൻഡസ്ട്രിയൽ ഗുഡ്സും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കൺസ്യൂമർ ഗുഡ്സ്? കൺസ്യൂമർ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ. ദീസ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ബൈ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ടു സാറ്റിസ്ഫൈ ദെയർ വാണ്ട്സ് ഡയറക്ട്ലി. എക്സാമ്പിൾ ഇൻക്ലൂഡ്സ് റൈസ്, പൊട്ടറ്റോ, മിൽക്ക് എക്സെട്ര. കൺസ്യൂമർ ഗുഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈനൽ കൺസംഷനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളെയാണ് കൺസ്യൂമർ ഗുഡ്സുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഗുഡ്സുകൾ മെയിനായിട്ട് പർച്ചേസ് ചെയ്യുന്നത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ്, വാണ്ട്സ് ഇതൊക്കെ ഡയറക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് ഫൈനൽ കൺസംഷൻസിനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. അത്തരം ഗുഡ്സുകൾ അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അത് ഡയറക്റ്റായിട്ട് അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹങ്ങളും നീഡ്സുകളും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സുകൾ കൂടിയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് അഥവാ ഫീച്ചേഴ്സ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫൈനൽ കൺസംഷൻ.
The most important features of consumer goods is that they are both for final or household or personal consumption. കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ഫീച്ചറാണ് ഫൈനൽ കൺസംഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫീച്ചറിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് ഫൈനൽ കൺസംഷൻ, പേഴ്സണൽ കൺസംഷൻ, ഹൗസ് ഹോൾഡ് എന്നീ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നതാണ് ഫൈനൽ കൺസംഷൻ്റെ മെയിനായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. കൺസ്യൂമർ ഗുഡ്സ് ആർ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് മെൻറ്റ് ഫോർ ഫൈനൽ കൺസംഷൻ. ദേ ആർ മെൻറ്റ് ഫോർ ഡയറക്റ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് വാണ്ട്സ്. ഇവിടെ കൺസ്യൂമർ ഗുഡ്സുകൾ ഫൈനൽ കൺസംഷൻസിനായുള്ള പ്രോഡക്ട്സുകളായിട്ടാണ് പറയപ്പെടുന്നത്. ദെൻ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അല്ലെങ്കിൽ ഡിസയേഴ്സ്, അതുമല്ലെങ്കിൽ വാണ്ട്സ് അഥവാ കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹങ്ങളിൽ ഡയറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഗുഡ്സുകളാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, യൂട്ടിലിറ്റി. കൺസ്യൂമർ പ്രോഡക്ട്സ് ആർ ക്യാപ്പബിൾ ഓഫ് ഫുൾഫില്ലിംഗ് ദി നീഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ഇവിടെ കൺസ്യൂമർ പ്രോഡക്ട്സുകൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒന്നാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അസോസിയേറ്റഡ് സർവീസസ്. Some consumer goods are accompanied by extra benefits such as warranty, delivery, pre-sales and post-purchase services etc. ഇവിടെ അസോസിയേറ്റഡ് സർവീസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കൺസ്യൂമർ ഗുഡ്സുകൾക്ക് വാറൻറ്റീസ്, ഡെലിവറീസ്, പ്രീ സെയിൽസ്, പോസ്റ്റ് പർച്ചേസ് സർവീസസ് എന്നീ പറയുന്ന എല്ലാ ബെനിഫിറ്റ്സുകളും ചില കൺസ്യൂമർ ഗുഡ്സുകൾക്ക് അവൈലബിൾ ആയിട്ട് ഉള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. അഥവാ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട് ചില കൺസ്യൂമർ ഗുഡ്സുകൾക്ക് മാത്രം. ദെൻ നെക്സ്റ്റ്, ബ്രാൻഡ് നെയിം. എവറി കൺസ്യൂമേഴ്സ് പ്രോഡക്റ്റ് ഹാസ് എ ബ്രാൻഡ് നെയിം. ഇറ്റ് ഈസ് ദ നെയിം ബൈ വിച്ച് ദ പ്രോഡക്റ്റ് ഈസ് നോൺ. ബ്രാൻഡ് നെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കൺസ്യൂമർ പ്രോഡക്റ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അഥവാ ഓരോ കൺസ്യൂമർ പ്രോഡക്റ്റിനും ഒരു ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കും. അത് ഏതൊരു കൺസ്യൂമർ പ്രോഡക്റ്റിനാണെങ്കിലും അതിനെന്താണ്, ഒരു ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കും. ആ ബ്രാൻഡ് നെയിം എന്താണ്, ഈ പറയുന്ന കസ്റ്റമേഴ്സിന് അറിയപ്പെടുന്ന രീതിയിലുള്ള നെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സിംബോളിസം. സിംബോളിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ കൺസ്യൂമർ പ്രോഡക്റ്റ് കൺവേ ദ ഡിഫറെൻറ്റ് മീനിങ് ടു ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ആയിരിക്കും കൺവേ ചെയ്യുന്നത്. ഒരു കൺസ്യൂമർ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓരോ കസ്റ്റമേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ആയിരിക്കും കൺവേ ചെയ്യുക. അഥവാ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ആയിരിക്കും അവരെന്താണ് അറിയുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ഏതുമാവാം, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലാവില്ല ഒരു വേറൊരു വ്യക്തി ഉദ്ദേശിക്കുന്നത് അല്ലേ. ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ആയിരിക്കും അവർ മെയിനായിട്ട് കൺവേ ചെയ്യുന്നത്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ പാക്കേജസ്. എവറി കൺസ്യൂമർ പ്രോഡക്റ്റ് കൺവേസ് ദ സം ഇൻഫോർമേഷൻ അബൌട്ട് ഇറ്റ് സെൽഫ് ടു കൺസ്യൂമർ സച്ച് ആസ് ഇറ്റ്സ് യൂസ്, പ്രൈസ്, കണ്ടൻറ്റ്, മേക്കർ, സപ്ലയർ എക്സെട്ര. കമ്മ്യൂണിക്കേഷൻ പാക്കേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കൺസ്യൂമർ പ്രോഡക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഉപയോഗവും പ്രൈസും കണ്ടൻറ്റും അതുപോലെ തന്നെ മേക്കിങ്ങും പിന്നെ സപ്ലയേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്നിങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും കസ്റ്റമേഴ്സിനെ അറിയിക്കേണ്ടത് മസ്റ്റാണ് എന്നാണ് പറയുന്നത്. അഥവാ കസ്റ്റമേഴ്സുമായിട്ട് ഈ പറയുന്ന ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ്, ന്യൂമറസ് ബയേഴ്സ്. കൺസ്യൂമർ പ്രോഡക്ട്സ് ആർ ഡിമാൻഡഡ് ബൈ ഇന്യൂമറബിൾ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്. ന്യൂമറസ് ബയേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് കസ്റ്റമേഴ്സാണ് കൺസ്യൂമർ പ്രോഡക്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടും അതുപോലെ തന്നെ അത്തരം പ്രോഡക്ട്സുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബയേഴ്സാണ് ഒരുപാട് ബയേഴ്സ് എന്താണ് ഡേ ടു ഡേ ആയിട്ട് അല്ലെങ്കിൽ റെഗുലർ ബേസ്ഡായിട്ട്
ഇത്തരം പ്രോഡക്ട്സുകൾ മേടിക്കാൻ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ അഥവാ എക്സ്ട്രാ ബെനിഫിറ്റ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിലൂടെ ഈ പറയുന്ന കസ്റ്റമേഴ്സിന് ഡിമാൻഡ് കൂടുന്നുണ്ട്. ആ പ്രോഡക്റ്റ് കൺസ്യൂമർ ഗുഡ്സുകൾക്ക് ഡിമാൻഡ് കൂടുന്നുണ്ട്. അങ്ങനെ ഡിമാൻഡ് കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള ആളുകളും അഥവാ അതിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സുകളും പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്മാൾ ക്വാണ്ടിറ്റി പർച്ചേസ്. കൺസ്യൂമേഴ്സ് ബൈ ദി ഗുഡ്സ് ഇൻ സ്മാൾ ക്വാണ്ടിറ്റീസ് ടു മീറ്റ് ദെയർ ടെമ്പററി റിക്വയർമെൻറ്റ്സ്. സ്മാൾ ക്വാണ്ടിറ്റി പർച്ചേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സ് അവരുടെ ടെമ്പററി ആവശ്യങ്ങൾക്കായിട്ട് അക്കോംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയ തോതിലുള്ള അല്ലെങ്കിൽ സ്മാൾ ക്വാണ്ടിറ്റീസിലുള്ള പ്രോഡക്ട്സുകൾ എന്താണ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അവരുടെ റിക്വയർമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ. നെക്സ്റ്റ്, പേഴ്സണൽ കൺസിഡറേഷൻ. ദ കൺസ്യൂമർ സീക്ക് ദ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദ കൺസംഷൻസ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സുകളുടെ കൺസംഷൻസിൽ നിന്ന് കസ്റ്റമേഴ്സിന് സെൽഫ് സാറ്റിസ്ഫാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബൈയിങ് ഡിസിഷൻസുകൾ അത്തരത്തിലുള്ള ബൈയിങ് ഡിസിഷൻസുകൾ എടുക്കുന്നതിൽ ഇമോഷണലായിട്ടും പാട്രോണേജ് ആയിട്ടുള്ള മോട്ടീവ്സുകൾ കൺസ്യൂമേഴ്സിനെ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സുകളുടെ കൺസംഷൻസിൽ നിന്ന് കസ്റ്റമേഴ്സിന് സെൽഫ് സാറ്റിസ്ഫാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പർച്ചേസിങ് ഡിസിഷൻസ് എടുക്കുന്നതിൽ ഇമോഷണലായിട്ടും പാട്രോണേജ് ആയിട്ടുള്ള മോട്ടീവ്സുകൾ അത് കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സുകളാണ് കൺസ്യൂമർ ഗുഡ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സിലും ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് അടങ്ങിയിട്ടുണ്ട്. ദർ ആർ 4 ക്ലാസിഫിക്കേഷൻ. അതിൽ ഫസ്റ്റ് വൺ ആണ് കൺവീനിയൻസ് ഗുഡ്സ്. Convenience goods are those goods which the consumers usually purchase frequently or immediately and with little effort from convenient location. For example, include magazines, salt, biscuits, etc. Convenience goods എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സ് അവരുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ നിന്ന് റെഗുലറായിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത്. അത്തരം പ്രോഡക്ട്സുകൾ അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അഥവാ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഗുഡ്സുകൾ അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് ലിറ്റിൽ എഫേർട്ടാണ് അവിടെ വരുന്നത്. അഥവാ ഒരുപാട് എഫേർട്ട് അവർ അതിനെടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്താണ് ലിറ്റിൽ എഫേർട്ട് മാത്രമാണ് അവർ ഇത്തരം ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എടുക്കുന്നത്. അതിന് മെയിനായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് മാഗസിൻസ്, സാൾട്ട്, ബിസ്ക്കറ്റ്സ് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള എക്സാമ്പിൾ കൺവീനിയൻസ് ഗുഡ്സിൻ്റെ. നെക്സ്റ്റ്, ഷോപ്പിംഗ് ഗുഡ്സ്. ഷോപ്പിംഗ് ഗുഡ്സ് ആർ ദോസ് വിച്ച് എ കൺസ്യൂമേഴ്സ് ബൈ ആഫ്റ്റർ കമ്പയറിംഗ് ദി സ്യൂട്ടബിലിറ്റി, ക്വാളിറ്റി, പ്രൈസ് എക്സെട്ര ഓഫ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ്. ദേ ആർ ജനറലി മോർ എക്സ്പെൻസീവ് ദാൻ കൺവീനിയൻസ് ഗുഡ്സ്. ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത് കൺവീനിയൻസ് ഗുഡ്സിനേക്കാളും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ്സുകളാണ് ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത് ലോങ് ടേം പർപ്പസ് ആണ് ഷോപ്പിംഗ് ഗുഡ്സ്. കാരണം പോയി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുള്ളൂ അല്ലേ ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഷോപ്പിംഗ് ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ സ്യൂട്ടബിലിറ്റി, ക്വാളിറ്റി, പ്രൈസ്, അതുപോലെ തന്നെ ബ്രാൻഡ്സുകൾ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുന്നത്. അഥവാ പ്രൈസ് നോക്കിയിട്ടും ബ്രാൻഡ് നോക്കിയിട്ടും ക്വാളിറ്റി നോക്കിയിട്ടും പ്രൈസ് നോക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഗുഡ്സുകളെയാണ് നമ്മൾ ഷോപ്പിംഗ് ഗുഡ്സുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഷോപ്പിംഗ് ഗുഡ്സുകൾ എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ടുള്ള പർച്ചേസിങ് ഗുഡ്സുകളാണ്. അഥവാ പോയി കഴിഞ്ഞാൽ തന്നെ എന്താണ് ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം കഴിഞ്ഞിട്ട് നമ്മൾ വരുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ്. These are goods which have special features and buyers make special effort to buy them. These goods are unique, unusual and luxurious in nature. The buyer will buy such goods from specialist retailers. സ്പെഷ്യാലിറ്റി ഗുഡ്സുകൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള അഥവാ പ്രത്യേകമായിട്ടുള്ള ചില ഫീച്ചേഴ്സുകൾ അടങ്ങിയിട്ടുള്ള ഗുഡ്സുകളാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ എന്താണ്
പ്രത്യേകമായിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. അഥവാ സ്പെഷ്യാലിറ്റി ഫീച്ചേഴ്സ് ഉള്ള ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾ ഒരു സ്പെഷ്യൽ എഫേർട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന സ്പെഷ്യാലിറ്റി ഗുഡ്സുകൾ എന്ന് പറയുന്നത് യുണീക്കായിരിക്കും, അൺയൂഷ്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ലക്ഷറിയസ് ആയിട്ടുള്ള ഗുഡ്സുകളായിരിക്കും സ്പെഷ്യാലിറ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സൊക്കെ അടങ്ങിയതായിരിക്കും സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ സ്പെഷ്യാലിറ്റി ഗുഡ്സുകൾ എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ മാത്രമായിരിക്കും സ്പെഷ്യാലിറ്റി ഗുഡ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ ഫീച്ചേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് മാനുഫാക്ചർ ചെയ്ത പ്രോഡക്ട്സാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഗുഡ്സുകൾക്ക് എന്താണ് സ്പെഷ്യൽ എഫേർട്ടാണ് എടുക്കേണ്ടത്. കാരണം ഇത്തരം ഗുഡ്സുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ എഫേർട്ട് എടുക്കേണ്ടത് മസ്റ്റാണ് എന്നാണ് പറയുന്നത്. പിന്നെന്താണ് ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് യുണീക്കായിരിക്കും, അൺയൂഷ്വൽ ആയിരിക്കും, ലക്ഷറിയസ് ഇൻ നേച്ചർ ആയിരിക്കും. അതുപോലെ തന്നെ ഇത്തരം ഗുഡ്സുകൾ അവൈലബിൾ ആവുന്നത് സ്പെഷ്യലിസ്റ്റ് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും. നെക്സ്റ്റ് കാറ്റഗറിയാണ് അൺസോട്ട് ഗുഡ്സ്. എന്താണ് അൺസോട്ട് ഗുഡ്സ് എന്ന് പറയുകയാണെങ്കിൽ, ദീസ് ആർ ഗുഡ്സ് ദ കൺസ്യൂമർ ഡസ് നോട്ട് നോ അബൌട്ട് ഓർ ഡസ് നോട്ട് നോർമലി തിങ്ക് ഓഫ് ബൈയിങ്. ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് പോളിസി. ഇവിടെ അൺസോട്ട് ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ അറിവോടല്ലാതെ അഥവാ കൺസ്യൂമേഴ്സ് അറിയാതെ തന്നെ അവർ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളെയാണ് അൺസോട്ട് ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ കസ്റ്റമേഴ്സ് യാതൊരു തരത്തിലുമുള്ള തിങ്കും ചെയ്യാതെ, ചിന്തിക്കുക പോലും ചെയ്യാത്ത അത്തരം രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളെയാണ് അൺസോട്ട് ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് പോളിസി. കാരണം ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വീട്ടിലൊക്കെ ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനീസ് നടത്തുന്ന ആളുകളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവിടുത്തെ ആളുകൾ വന്നിട്ട് അവർ കസ്റ്റമേഴ്സിനെ കണ്ടിട്ട് എന്താണ് ഇന്ന ഇൻഷുറൻസ് പോളിസി നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് ഇൻഷുറൻസ് ഏജൻറ്റുമാരെ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം നമ്മൾ യാതൊരു തരത്തിലുമുള്ള ഒരു ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇത്തരം പ്രോഡക്ട്സ് മേടിക്കാനോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഒരു സ്വാഭാവികമായിട്ട് പെട്ടെന്ന് അഥവാ സൈമൾട്ടേനിയസ്ലി അല്ല, സ്പോണ്ടേനിയസ്ലി നമുക്ക് പെട്ടെന്ന് എന്താണ് വരുന്ന തരത്തിലുള്ള ഓരോ പ്രോസസ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് യാതൊരു വിധത്തിലും ചിന്തിക്കാതെ തന്നെ അവരെ മുന്നോട്ട് വരുന്ന ഇന്ന പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺസോട്ട് ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അൺസോട്ട് ഗുഡ്സ് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 സ്റ്റാപ്പിൾ ഗുഡ്സ്, 2 ഇമ്പൾസ് ഗുഡ്സ്, 3 എമർജൻസി ഗുഡ്സ്. അതിൽ സ്റ്റാപ്പിൾ ഗുഡ്സ് എന്ന് പറയുന്നത് ദീസ് ആർ പർച്ചേസ്ഡ് ഓൺ റെഗുലർ ബേസിസ്. സ്റ്റാപ്പിൾ ഗുഡ്സ് മെയിനായിട്ട് റെഗുലറായിട്ടാണ് പർച്ചേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന് ആവശ്യമായിട്ട് വേണ്ട അവരുടെ ബേസിക് നീഡ്സുകൾ അഥവാ അവരുടെ ബേസിക് പ്രോഡക്ട്സുകൾ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ബേസിക് പ്രോഡക്ട്സുകൾ, ആ പ്രോഡക്ട്സുകളാണ് മെയിനായിട്ട് സ്റ്റാപ്പിൾ ഗുഡ്സിൽ അടങ്ങിയിട്ടുള്ളത്. അഥവാ കസ്റ്റമേഴ്സ് റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സുകളാണ് സ്റ്റാപ്പിൾ ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, സോപ്പ് എക്സെട്ര. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ഇമ്പൾസ് ഗുഡ്സ്. ഇമ്പൾസ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ പർച്ചേസ്ഡ് വിത്തൗട്ട് എനി പ്ലാനിങ് ഓർ തോട്ട്. ഫോർ എക്സാമ്പിൾ ഐസ്ക്രീം, ന്യൂസ് പേപ്പർ എക്സെട്ര. യാതൊരു വിധത്തിലും ഒരു പ്ലാനിങ്ങോട് കൂടിയുമല്ലാതെ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് ഇമ്പൾസ് ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു പ്ലാനും ചെയ്യാതെ സ്പോണ്ടേനിയസ്ലി ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് ഇമ്പൾസ് ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രാവൽ പോവുകയാണ്, എങ്ങോട്ടേക്കും നമ്മൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള പ്ലാനിങ്ങും നടത്തിയിട്ടുണ്ടാവില്ല. ഇന്ന ട്രിപ്പ് പോകുമ്പോൾ ഞാൻ ഐസ്ക്രീം കഴിക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഞാൻ മുൻകൂട്ടി നടത്തിയിട്ടില്ല അല്ലേ. നമ്മളെന്താണ് പോണ വഴിക്ക് ഒരു ഐസ്ക്രീം കണ്ടു, നമ്മളത് കഴിച്ചു. അതുപോലെ കുറച്ച് കഴിഞ്ഞ് ബോറടിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ന്യൂസ് പേപ്പർ വായിക്കണം തോന്നി, അപ്പോൾ നമ്മളെന്താ ന്യൂസ് പേപ്പർ പർച്ചേസ് ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള ഗുഡ്സുകളെയാണ് ഇമ്പൾസ് ഗുഡ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യാതൊരു തരത്തിലുള്ള പ്ലാനിങ്ങും നടത്താതെ
പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസ് ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എമർജൻസി ഗുഡ്സ്. എമർജൻസി ഗുഡ്സ് എന്ന് പറയുന്നത് ദീസ് ആർ പർച്ചേസ്ഡ് ഇമ്മീഡിയറ്റ്ലി ടു ഫിൽ ആൻഡ് അർജൻറ്റ് നീഡ്സ്. മനുഷ്യന്മാർക്ക് അവരുടെ അർജൻറ്റ് നീഡ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സുകളെയാണ് എമർജൻസി ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മഴ വരികയാണ്, നമുക്ക് പെട്ടെന്ന് എന്താണ് ഒരു കുട വേണം. അത് നമ്മുടെ സഡൻ ആയിട്ടുള്ള നീഡാണ്. അഥവാ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ആവശ്യമാണ്, നമുക്കൊരു കുട വേണം, കാരണം ഹെവി റെയിൻ വരുന്നുണ്ട്. അതെന്താണ് നമുക്കൊരു എമർജൻസി ഗുഡ്സായിട്ട് സൂചിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ഓൺ ദ ബേസ് ഓഫ് കൺസംഷൻ്റെ നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്? ദീസ് ഗുഡ്സ് ആർ മെൻറ്റ് ഫോർ യൂസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് or for some business or institutional purpose. These goods are not directly used by consumers. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പർപ്പസിന്, ഇൻഡസ്ട്രിയൽ പർപ്പസിന് അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന്, അതുമല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഗുഡ്സുകളെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഗുഡ്സുകൾ സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സിന് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കാത്ത ഗുഡ്സുകളാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സുകൾ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ റോ മെറ്റീരിയൽ, സെക്കൻഡ് വൺ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ്, തേർഡ് വൺ ആക്സറി പാർട്സ്, ഫോർത്ത് വൺ കോമ്പണൻസ് പാർട്ട്, ഫിഫ്ത്ത് വൺ സപ്ലൈസ്, സിക്സ്ത് വൺ ഇൻഡസ്ട്രിയൽ ഓർ പ്രൊഫഷണൽ സർവീസസ്. First of all, raw materials. Raw materials are the basic input for the manufacturing of finished goods. Raw material എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള അഥവാ അടിസ്ഥാനപരമായിട്ടുള്ള ഇൻപുട്സുകളാണ്. ഒരു ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ നിർമ്മാണത്തിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഇൻപുട്ടാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ദീസ് ഇൻക്ലൂഡ്സ് നാച്ചുറൽ പ്രോഡക്ട്സ് സച്ച് ആസ് ദ മിനറൽസ്, ഫ്രൂട്ട്സ് എക്സെട്ര. നാച്ചുറൽ പ്രോഡക്ട്സുകളായിട്ടുള്ള ഫ്രൂട്ട്സ്, മിനറൽസ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഫിനിഷ്ഡ് പ്രോഡക്ട്സുകളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു റോ മെറ്റീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം മാനുഫാക്ചറിങ് പ്രോഡക്ട്സുകളിൽ വരുന്ന ഐറ്റംസുകളാണ്, അഥവാ മാനുഫാക്ചറിങ് ഒരു നിർമ്മാണത്തിന് വേണ്ട പ്രോഡക്ട്സുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സുകളാണ് മെയിനായിട്ട് റോ മെറ്റീരിയൽസ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കെമിക്കൽസ്, അതുപോലെ തന്നെ സ്റ്റീല്, പ്ലാസ്റ്റിക്, സിമൻറ്റ്, ഫാബ്രിക് എന്നീ ഐറ്റംസുകളൊക്കെ എന്താണ് ഇൻഡസ്ട്രീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അഥവാ ഇൻസ്റ്റിറ്റ്യൂഷണൽ പർപ്പസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം പ്രോഡക്ട്സുകളാണ് നമ്മൾ ഒരു റോ മെറ്റീരിയൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ്. ദീസ് ആർ ലാർജ് മെഷീൻസ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ വർക്ക് സച്ച് ആസ് ലാറ്റ്സ്, പിന്നെ ക്രൈൻസ്, ബുൾഡോസേഴ്സ്, സ്റ്റാമ്പിംഗ് മെഷീൻസ് എക്സെട്ര. These are used in production work for considerably long period of time. ഇവിടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെറ്റ്സ്, അതുപോലെ തന്നെ ക്രൈൻസുകൾ, പിന്നെ ബുൾഡൗസറുകൾ, പിന്നെ സ്റ്റാമ്പിംഗ് മെഷീൻസുകൾ എന്നിവ പോലുള്ള പ്രൊഡക്ഷൻ അഥവാ മാനുഫാക്ചറിങ് പ്രോഡക്ട്സുകൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മെഷീൻസുകളും എക്യുപ്മെൻറ്റ്സുകളുമാണ് ഈ പറയുന്ന ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം എക്യുപ്മെൻറ്റ്സുകൾ നമുക്ക് എന്താണ് വളരെ കാലം യൂസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സുകളാണ്, അഥവാ ലോങ് ടേം പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ്സുകളാണ് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്സറി പാർട്സ്. ദീസ് ആർ ടാഞ്ചിബിൾ പ്രോഡക്ട്സ് ആൻഡ് ആർ ലെസ് കോസ്റ്റ്ലി.
These are not as costly as capital equipments. These include computers, hand tools, motors, photostat machines, printers, etc. ആക്സറി പാർട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം ഗുഡ്സുകൾ ടാഞ്ചിബിൾ പ്രോഡക്ട്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ചിലവായിരിക്കും ഇത്തരം ഗുഡ്സുകൾക്ക് ഉണ്ടായിരിക്കുക. അതുമാത്രമല്ല ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സിനേക്കാളും കുറവായിരിക്കും ആക്സറി പാർട്സുകളുടെ പ്രൈസ് എന്ന് പറയുന്നത്. അത്തരം ഗുഡ്സുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ്, ഹാൻഡ് ടൂൾസ്, മോട്ടോഴ്സ്, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻസ്, ഇതൊക്കെ എന്താണ് ആക്സറി പാർട്സ് ആയിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് കോമ്പണൻസ് പാർട്സ്. These are assembled into the final products. For example, the car company use the components parts such as the tires, batteries, lamps, pistons, പിന്നെന്താണ് റേഡിയേറ്റേഴ്സ്, എയർ കണ്ടീഷനിങ് എക്സെട്ര. ഇതൊരു എക്സാമ്പിൾ രൂപത്തിൽ നമുക്ക് പറയാം. കോമ്പണൻസ് പാർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഫൈനൽ പ്രോഡക്റ്റ് അത് അസംബിൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് ഫുള്ളായിട്ട് കഴിയണം അല്ലേ. അപ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് ഫുള്ളായിട്ട് കഴിയണമെങ്കിൽ അതിൻ്റെ കോമ്പണൻസ് പാർട്ടായിട്ടുള്ള ഐറ്റംസുകൾ നമ്മുടെ കയ്യിൽ വേണം. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാർ കമ്പനി എടുക്കണം. ആ കാർ കമ്പനി നമ്മൾ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അത് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ കോമ്പണൻസ് പാർട്ടായിട്ടുള്ള ടയേഴ്സ്, പിസ്റ്റോണ്, അതുപോലെ തന്നെ ലാംപ്സ് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു മാനുഫാക്ചറിങ് നമുക്ക് പൂർണ്ണമായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കോമ്പണൻസ് പാർട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോമ്പണൻസ് പാർട്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മസ്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അതിൻ്റെ കോമ്പണൻസ് പാർട്ടുകൾ കൂട്ടിച്ചേർക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സപ്ലൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ യൂഷ്വലി ഇൻഡയറക്റ്റ് ഐറ്റം ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് എൻഡ് ഓഫ് പ്രോഡക്ട്സ്. ദീസ് ആർ ഓൾസോ കാൾഡ് consumable. These are less expensive. Example includes nuts and bolt etc. സപ്ലൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ ഫൈനൽ പ്രൊഡക്ഷന് കാരണമാകുന്ന പ്രോഡക്റ്റാണ് സപ്ലൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ഫൈനൽ കൺസംഷൻസിന് കാരണമാകുന്ന പ്രോഡക്റ്റാണ് സപ്ലൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം പ്രോഡക്ട്സുകൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളായിരിക്കും. ദെൻ ഈ പറയുന്ന സപ്ലൈസ് പ്രോഡക്ട്സുകൾക്ക് ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം നട്ട്സ് ആൻഡ് ബോൾട്ട് എന്നീ ഐറ്റംസുകൾക്കൊക്കെ എന്താണ് ഏറ്റവും കുറഞ്ഞ ചിലവായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സപ്ലൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് നമുക്ക് എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസുകളിൽ പെടുത്താൻ പറ്റുന്ന പ്രോഡക്ട്സുകളാണ് സപ്ലൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം പ്രോഡക്ട്സുകൾ ഫൈനൽ കൺസംഷൻസിൻ്റെ പ്രൊഡക്റ്റിന് കാരണമാകുന്ന ഒന്നാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻസിന് കാരണമാകുന്ന ഒന്നാണ് സപ്ലൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഓർ പ്രൊഫഷണൽ സർവീസസ്. These are intangible products required by organization in different industries to run their operations. Example include service of engineers, service of advertising agencies etc. Industrial or professional service എന്നാണ് ഉദ്ദേശിക്കുന്നത് വിവിധ തരം ഇൻഡസ്ട്രീസുകൾ ഉണ്ടായിരിക്കില്ലേ, വിവിധ തരത്തിലുള്ള ഇൻഡസ്ട്രീസുകൾ ഉണ്ടായിരിക്കും. അവിടെ എന്താണ് ഓർഗനൈസേഷൻസുകളുടെ അല്ലെങ്കിൽ വിവിധ തരം ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസുകൾക്ക് അവരുടെ ആക്ടിവിറ്റീസുകൾ അഥവാ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ ഇൻടാഞ്ചിബിളായിട്ടുള്ള പ്രോഡക്ട്സുകളാണ് മെയിനായിട്ട് ഇത്തരം കേസുകളിൽ ഉണ്ടാവേണ്ടത്. ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസുകളുടെ ആവശ്യങ്ങൾ അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇൻടാഞ്ചിബിളായിട്ടുള്ള പ്രോഡക്ട്സുകളാണ് മെയിനായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻജിനീയേഴ്സിൻ്റെ സർവീസസ് അഥവാ അവരുടെ സേവനങ്ങൾ, അഡ്വർടൈസിങ് ഏജൻസിയുടെ സേവനങ്ങൾ, ഇതൊക്കെ എന്താണ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ്. ഇപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഓർ പ്രൊഫഷണൽ സർവീസസിൽ പെടേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗുഡ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? എന്താണ് പ്രോഡക്റ്റ്, അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനായിട്ടുള്ള
ഓൺ ദ ബേസ് ഓഫ് ഡ്യൂറബിലിറ്റി, ഓൺ ദ ബേസ് ഓഫ് കൺസംഷൻ. ഓൺ ദ ബേസ് ഓഫ് കൺസംഷൻസിൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്. ഓൺ ദ ബേസ് ഓഫ് ഡ്യൂറബിലിറ്റിയിൽ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നീ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇതിൽ നിങ്ങൾക്കൊരു വർക്ക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഗുഡ്സും അതുപോലെ തന്നെ ദെൻ കൺസ്യൂമർ ഗുഡ്സും തമ്മിലുള്ള മേജറായിട്ടുള്ള ഒരു 8 ഡിഫറൻസ് അത് നിങ്ങൾ എഴുതണം. അതാണ് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിലുള്ള ഒന്നാമത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് എഴുതി കൊണ്ടുവരിക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.